6000 ആളുകൾ പങ്കെടുത്ത വലിയൊരു വിരുന്നാണ്. കുറേ ഭക്ഷണം ബാക്കി വന്ന്, കുറേ ബിരിയാണി ബാക്കി വന്ന്. അപ്പം അതിങ്ങനെ കുഴിച്ചിടുന്നതിന് വേണ്ടിയിട്ടൊരു ബംഗാളിയെ വിളിച്ചു നമ്മുടെ ഭാഷയിൽ. അദ്ദേഹം വന്നിട്ട് കുഴി വെട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയില്ല ഇതെന്തിനുള്ള കുഴിയാണെന്ന്. കുഴി വെട്ടുന്ന സമയത്താണ് നല്ല സുഗന്ധം വരുന്നത്, ബിരിയാണിയുടെ സുഗന്ധമാണ്. അയാൾക്ക് മനസ്സിലായി അത് ബിരിയാണിയാണ്. ബസ്മതി അരിയിട്ട ബിരിയാണിയാണ് എന്ന് തന്നെ മനസ്സിലായി. അതിൻ്റെ സ്മെല്ലുണ്ട്. കാരണം ഈ ബസ്മതി അരി ആയിട്ട് ഇയാൾക്കൊരു ബന്ധമുണ്ട്. ഇയാളുടെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ബസ്മതി അരിയിട്ട കുറച്ച് കഞ്ഞി കുടിക്കണമെന്നായിരുന്നു. അങ്ങനെ ഇയാൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു ബസ്മതി അരി. പക്ഷെ അവൾ കഞ്ഞി കുടിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു അരി ഇങ്ങനെ കുറിക്കുക മാത്രം ചെയ്തു, തീർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട്. അവർക്കൊരു മോളാണ് ഉണ്ടായത്. ആ മോൾക്ക് അവർ പേരിട്ടതും വസുമതി എന്നായിരുന്നു. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ ചെമ്പുകൾ ഇങ്ങനെ വരുന്നത്. ധാരാളം ബിരിയാണി ബാക്കിയുണ്ട്. ആ ബാക്കി വന്ന ബിരിയാണി ആ കുഴിയിലേക്ക് ഇങ്ങനെ തട്ടിയിടാൻ പറഞ്ഞു അദ്ദേഹത്തോട്. അയാൾ ആ കുഴിയിലേക്ക് തട്ടിയിട്ട് നിറഞ്ഞുപോയി. അപ്പം അയാളോട് ഇങ്ങനെ ചവിട്ടി താഴ്ത്താൻ പറഞ്ഞു. അയാൾക്ക് പറ്റുന്നില്ല. അയാളിങ്ങനെ വിങ്ങി പൊട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അടുത്ത് നിൽക്കുന്ന ആരോ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? ഗോപാൽ യാദവ്. നിങ്ങളുടെ വീട് എവിടെയാ? ബീഹാറിലാണ്. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഭാര്യയും മോളും. മോളെന്താ പഠിക്കുകയാണോ? അല്ല. പിന്നെയോ? അവൾ മരിച്ചുപോയി. എങ്ങനെ? പട്ടിണി കൊണ്ട് മരിച്ചുപോയ മകളുടെ മുഖം അത്രമേൽ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരച്ഛന് കഴിയോ ആ ബിരിയാണി ചവിട്ടി തരുത്താൻ?